എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേങ്ങാക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ആശാളിയും വൻപയറുമാണ് എടുത്തിരിക്കുന്നത്. വൻപയറിന് പകരം ചെറുപയർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കാം. അരിയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുക്കറിലിട്ടൊരു 3 വിസിലടിച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിന് തന്നെ 5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 3 വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കഞ്ഞിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അരമുറി തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കാം. തിളച്ച് പോവരുത്. കഞ്ഞി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം അടുപ്പിൽ നിന്നും മാറ്റാം. ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.